മാനന്തവാടി നഗരസഭയിലെ 22ാം ഡിവിഷനിലാണുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ എപ്പോഴും പലതരത്തിലുള്ള കൗതുകമായ മത്സര കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. 22ാം ഡിവിഷനിലും അത്തരത്തിലൊരു പൊടി പാറുന്ന പോരാട്ടമാണ് നടക്കാൻ പോകുന്നത്. LDFന്റെയും UDFന്റെയും സ്ഥാനാർത്ഥിയായി മത്സര രംഗത്തുള്ളത് ചേട്ടനും അനിയനുമാണ്. അവരുടെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ കണ്ടുവരാം. 22ാം ഡിവിഷനിലെ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള കുഞ്ഞബ്ദുള്ള കന്നി അംഗമാണല്ലേ, പക്ഷെ മത്സരിക്കാൻ ഇറങ്ങുന്നത് അനിയനെതിരെയാണ്. എന്താ തോന്നുന്നത്? അനിയനെതിരായിട്ടല്ല, ഇത് മത്സരം എന്ന് പറഞ്ഞാൽ UDF LDF തമ്മിലുള്ള മത്സരമാണ്. അപ്പൊ അതില് നമ്മള് പിന്നെ തികച്ചും രാഷ്ട്രീയപരമായ മത്സരം തന്നെയാണ്. അപ്പോൾ അതിൽ മറ്റുള്ള ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ജേഷൻ അനിയൻ ഔചാരികമായി വന്ന് എന്നുള്ളതാ. കുറെ കാര്യങ്ങളിൽ ഒരു നിസ്സംഗതയാണ് ഈ ഗവൺമെന്റ് പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെതിരായിട്ടുള്ള വിധിയെഴുത്തായിട്ടാണ് UDF ഇത് കാണുന്നതും ആ രീതിയിലാണ് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിലോട്ട് മത്സരിക്കുന്ന സമയത്തെ ചേട്ടനും അനിയനും ഒരു സ്ഥലത്ത് മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു കൺഫ്യൂഷൻ വരുന്ന സമയത്ത് എന്താ പറയാനുള്ളത്? കാരണം ഈ വാർഡിനെ സംബന്ധിച്ച് പറഞ്ഞാൽ രാഷ്ട്രീയപരമായ നല്ല ബോധമുള്ള ആളുകളാണ് ഈ ഡിവിഷനിലെ വോട്ടർമാർ. പ്രത്യേകിച്ച് എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ എൻ്റെ പിതാവായാലും അതിനുശേഷമുള്ള എല്ലാവർക്കും നന്നായി രാഷ്ട്രീയ ബോധമുള്ള ആളുകളാണ്. എല്ലാ ദിവസവും നമ്മൾ പരസ്പരം ജ്യേഷ്ഠനും അനുജനും കാണാറുണ്ട്, കാര്യങ്ങളൊക്കെ പറയും, രാഷ്ട്രീയം ഒഴിവാക്കി. ഇപ്പോഴുള്ള ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കിയുള്ള കുടുംബകാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയും ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക.